ഒരു സാധനം വളരെ ക്യൂട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വിട്ടുകളയരുത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ആ ക്യൂട്ട്നെസ് നമ്മൾ തിരിച്ചു പിടിക്കണം. ഈ റീസെന്റ് ഞാൻ മനസ്സിലാക്കിയ ഒരു നഗ്ന സത്യമാണത്. എന്റെ കയ്യിലില്ല, വാങ്ങിയിട്ട് ചെയ്യാം, ഇപ്പൊ വേണ്ട, പിന്നീടാവാം, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാലും ഒന്നും നടക്കാൻ പോകില്ല. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് അങ്ങ് മുന്നോട്ട് പോവുക. നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ പല കളറിലുള്ള സ്ട്രോ ഇല്ലേ, അത് വെച്ചിട്ടുള്ള ഒരു പെൻ ഹോൾഡറിന്റെ ഫോട്ടോ കുറച്ച് നാളായിട്ട് പിൻട്രസ്റ്റിൽ ഞാൻ കാണുന്നുണ്ട്. ആസ് യൂഷ്വൽ സ്ട്രോ വാങ്ങിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നു. ഒടുക്കം പ്ലാസ്റ്റിക് സ്ട്രോ കിട്ടാതായപ്പോൾ എന്നാ പിന്നെ പേപ്പർ സ്ട്രോ വാങ്ങിച്ചിട്ട് അതിൽ പെയിന്റ് അടിച്ചെടുക്കാം എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പിന്നീടാണ് എന്നിലെ ക്രാഫ്റ്റർ ഉണർന്നു ചിന്തിക്കാൻ ആരംഭിച്ചത്. എന്തിന് ഞാൻ കാശ് കൊടുത്തു വാങ്ങണം? എന്റെ കയ്യിൽ ഇത്രയും പിൻട്രസ്റ്റിക് കളേഴ്സ് ഉള്ള സ്റ്റിക്കി നോട്ട്സ് ഉള്ളപ്പോൾ കുറച്ചു നേരം ഇരുന്ന് മെനക്കെട്ടാലും സാരമില്ല, ഇതെല്ലാം ഒന്ന് ഉരുട്ടി പേപ്പർ സ്ട്രോ പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ആ ഒരു ഹോൾഡർ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. പെൻ ഹോൾഡറിന്റെ ബേസിൽ വെക്കാനായിട്ട് ഇതേപോലെ ഒരു ഫോം ഷീറ്റോ ബേസ് ബോർഡോ ഇതേപോലെ കളർ പേപ്പറിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കൈകൊണ്ട് കുറച്ച് സ്ട്രോകൾ ഉണ്ടാക്കിയെടുത്തില്ലേ, അത് ഒന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ സ്റ്റിക്കി നോട്ട്സ് എടുത്തതിന്റെ ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു, പ്രത്യേകം പശ തേച്ച് ഇനി ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷേ സ്റ്റിക്കി നോട്ട് എടുക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്പാതെ. ഈ നോട്ട്ബുക്കിലും വാളിലും ഫ്രിഡ്ജിലും ഒക്കെ ഒട്ടിക്കാനുള്ള പശ ഈ സ്റ്റിക്കി നോട്ട്സിലുള്ളന്നേ. ഇതേപോലെ ചുരുട്ടിയെടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാനുള്ള പശയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം പശ ഒട്ടിച്ച് വെക്കേണ്ടി വന്നു. ചെയ്യുമ്പം പല കളറാണെങ്കിൽ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടിരിക്കും. ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ ആ ക്യൂട്ട്നെസ് പ്രതീക്ഷിച്ചാൽ മതി. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഇത്രയും വൈബ്രന്റ് കളേഴ്സ് ഇങ്ങനെ ഇടകലർത്തി ഒന്നിച്ച് കണ്ടതിന്റെ ആണോ എന്നറിയില്ല, ഇച്ചിരി ഓവറായി പോയോ എന്നൊരു തോന്നൽ ഇല്ലായില്ല. അത് സാരമില്ല, ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ എന്നാണല്ലോ പഴമൊഴി. എന്തായാലും ലൈക്ക് മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.